ഹലോ നമസ്കാരം. നിങ്ങൾ സൗദി അറേബ്യയിൽ കച്ചവടം ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ പുതുതായിട്ട് സൗദിയിലേക്ക് കച്ചവടമായി എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എൻ്റെ പേര് ഹസൻ അബ്ദുള്ള, ടാസൻ ഹാമിദിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങളുടെ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. Tazan Hamdith helps you grow by all accounts. നിങ്ങൾ നിലവിൽ സൗദിയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിൽ സാഗിയ ലൈസൻസിലൂടെ അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന വിസ ലൈസൻസിങ്ങിലൂടെ നിങ്ങളുടെ കച്ചവടം എങ്ങനെ നിയമപരമാക്കാം എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ അലട്ടുന്നൊരു വിഷയമായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ വിഷയത്തിൽ മാർക്കറ്റിൽ നിന്ന് ഒരുപാട് വാർത്തകൾ, അത് പകുതി സത്യവും പകുതി ഊഹവും നിറഞ്ഞ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇതിലേതൊക്കെ വിശ്വസിക്കണം എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നതും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ദൂരീകരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിലവിൽ സൗദിയിൽ സാഗിയ ലൈസൻസിങ്ങിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിയമപരമാക്കുന്നതിന് പ്രധാനമായും രണ്ട് ഓപ്ഷനാണ് നമ്മൾ പറയാറുള്ളത്. ഒന്ന്, ഇപ്പോൾ ഫെബ്രുവരി 16 വരെ സമയം നീട്ടിക്കിട്ടിയ തസത്തുർ കറക്ഷൻ പ്രോഗ്രാം അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ കൺസീൽമെന്റ് കറക്ഷൻ പ്രോഗ്രാം എന്ന് വിളിക്കുന്ന പ്രോഗ്രാം. അത് ഗവൺമെന്റ് തന്നെ അനൗൺസ് ചെയ്ത് ഒരു സ്കീം ഓപ്പൺ ചെയ്തു തന്നതാണ്. നമുക്ക് നിലവിലുള്ള കച്ചവടങ്ങൾക്ക് അതിലൂടെ ആ സ്കീം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിയമപരമാവും. ഈ സ്കീമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് നിലവിൽ സൗദിയിലുള്ളവർക്ക് മാത്രമാണ് അത് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. നിലവിൽ സൗദിയിൽ കച്ചവടം ചെയ്യുന്നവർക്കാണ് ഇത് ബാധകമാകുന്നത്. അതാണ് ഒരു രീതി. അതിൻ്റെതായ കണ്ടീഷൻസും കാര്യങ്ങളുണ്ട്, നമ്മളത് വഴിയെ പറയാം. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് നമ്മൾ ഫോറിൻ കമ്പനിയോ പ്രീമിയം ഇക്കാമയോ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമാക്കുന്നതിനാണ്. അതിന് പുറത്തുനിന്ന് വരുന്നവർക്കും അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതല്ലാതെ നിലവിൽ കച്ചവടമുള്ളവർക്കും ആ രീതി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ തസത്തുർ കറക്ഷൻ പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. തസത്തുർ കറക്ഷൻ പ്രോഗ്രാം എന്താണെന്നാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. തസത്തുർ കറക്ഷൻ പ്രോഗ്രാം ആദ്യം സൗദി അറേബ്യൻ ഗവൺമെൻറ് എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കൊരു മനസ്സിൽ ഒരു ധാരണ ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ സൗദി അറേബ്യയിലെ മുഴുവൻ ഒരു 95% കച്ചവടങ്ങളും ഒരു സൗദിയുടെ പേരിൽ കൊമേഴ്ഷ്യൽ കവറപ്പായിട്ടാണ് നടക്കുന്നതെന്ന് ഗവൺമെൻറ്റിന് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സ്ഥിതി മാറുവാനും എക്കണോമി കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആകുവാനും നിയമപരമായി എല്ലാ സ്ഥാപനങ്ങളും കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഉറപ്പുവരുത്താനുമാണ് ഒരു ആംനസ്റ്റി സ്കീം പോലെ, ഒരു സാധാരണ നമ്മൾ പൊതുമാപ്പൊക്കെ കാണുന്നത് ഈ ഒരു കാലാവധി അവർ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലാവധിയിൽ അവർ ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മളൊരു സൗദി പൗരൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വനിതയുടെ പേര് സൗദി ലേഡിയുടെ പേരിലോ നമ്മൾ കച്ചവടം ചെയ്യുന്ന ഒരാളാണെങ്കിൽ, കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നമ്മളുമാണെങ്കിൽ അവരുടെ കൊമേഴ്ഷ്യൽ കവറപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബിനാമി എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമ്മൾ പെടുന്നുണ്ട്. അതിന് ഒരുപാട് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങൾ അവർ പറയുന്നുണ്ട്. പല മാനദണ്ഡങ്ങളും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എങ്കിലും അതിലൊരുപാട് നിങ്ങൾക്ക് അറിയുന്നുണ്ട്. ആ ഒരു വിഷയത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുന്നില്ല. നമ്മൾ ആ തസത്തുർ ഒരു ഫോർമാറ്റിലേക്ക് മാറുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ളൊരു സമയമായിട്ട് നമ്മൾ ഇതിനെ കാണണം. നമുക്ക് വീണ്ടും സമയം എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് തസത്തുർ കറക്ഷൻ പ്രോഗ്രാമിൻ്റെ ആ ഒരു സ്കീം ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നുള്ളത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നിലവിൽ 50 അതിലധികമോ എംപ്ലോയീസ് ഉള്ള സ്റ്റാഫുള്ള അല്ലെങ്കിൽ 10 മില്യൺ അല്ലെങ്കിൽ അതിന് മുകളിൽ വാർഷിക വരുമാനം 2020 ഡിസംബറിൽ ഓഡിറ്റിംഗ് ചെയ്തപ്പോൾ 10 മില്യണോ അതിലധികമോ വാർഷിക വരുമാനമുള്ള സ്ഥാപനങ്ങൾക്കാണ്, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് മതി, സ്ഥാപനങ്ങൾക്കാണ് ഇതിനുള്ള ഒരു യോഗ്യത ലഭിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മൾ ഈ 10 മില്യൺ എന്ന് പറയുമ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുന്ന ഒന്ന് ശരിക്കയാണെങ്കിൽ ആ ശരിക്കയുടെ കീഴിലുള്ള മുഴുവൻ സിആറുകൾ നമുക്ക് ക്ലബ് ചെയ്യാം. എന്നാൽ മോസസയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മോസസയാണെങ്കിൽ ഏത് സിആറാണോ നമ്മൾ ഇതിന് അപേക്ഷ കൊടുക്കുന്നത് ആ സിആറാണ്, അല്ലെങ്കിൽ ആ സിആറുകളാണ്, ഏതൊക്കെ സിആറുകളാണോ കൊടുക്കുന്നത് ആ സിആറുകളാണ് ഇതിന് പരിഗണിക്കുന്നത്. ഈ 10 മില്യണോ അല്ലെങ്കിൽ 50 അതിലധികമോ സ്റ്റാഫിനെ കണക്കാക്കുക. അങ്ങനെ കിട്ടുന്നവർക്ക് നമുക്കിത് ഈ ഒരു പദ്ധതി ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഈ പദ്ധതി ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ രണ്ട് കണ്ടീഷനുകൾക്ക് പുറമെ മൂന്നാമത് കണ്ടീഷൻ എന്ന് പറയുന്നത് അപേക്ഷ കൊടുക്കുന്ന പ്രവാസിയായ പാർട്ട്ണർ, അദ്ദേഹം ഈ സിആറിൽ അല്ലെങ്കിൽ ഈ അപേക്ഷ കൊടുക്കുന്ന സിആറിൽ അല്ലെങ്കിൽ ഈ കഫാലത്തിൽ 2020 ഫെബ്രുവരിക്ക് മുന്നേ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അതിനുശേഷം ട്രാൻസ്ഫർ ആയി വന്ന ഒരാളാണെങ്കിൽ ഈ അപേക്ഷ കൊടുക്കുവാൻ അയാൾ എലിജിബിലിറ്റി ഇല്ല. അയാൾക്ക് 10 മില്യൺ മുകളിൽ ടേൺ ഓവർ ഉണ്ടാവാം, 50 അതിലധികം സ്റ്റാഫ് ഉണ്ടാവാം. പക്ഷെ അയാൾ വരുന്നത് ഫെബ്രുവരിക്ക് ശേഷമാണെങ്കിൽ ഈ എലിജിബിലിറ്റി ഇല്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് പാർട്ട്ണർ ആയിക്കൊണ്ട് അത് അപേക്ഷ കൊടുക്കാൻ കഴിയില്ല എന്നാണ് സ്ഥാപനത്തിന്
അപേക്ഷ കൊടുക്കാൻ കഴിയും. അപ്പോൾ വേറെ ആളെ വെച്ചുകൊണ്ട് നമുക്ക് അപേക്ഷ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ പിന്നെ നാലാമത് വേണ്ട കണ്ടീഷൻ കഫീലിന്റെ അല്ലെങ്കിൽ സൗദി പാർട്ട്ണറുടെ അനുമതിയാണ്. സ്വാഭാവികമായും അദ്ദേഹം കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്താണ് തസത്തുറിനോട് ചെയ്യേണ്ട രീതി, അല്ലെങ്കിൽ ഏത് രീതിയിലൂടെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളും നമ്മുടെ കഫീലും, ആരാണോ പ്രവാസിയായ പാർട്ട്ണർ അദ്ദേഹവും, അല്ലെങ്കിൽ ഫോറിൻ പാർട്ട്ണർ എന്ന് നമുക്ക് ടേം ഉപയോഗിക്കാം, ഫോറിൻ പാർട്ട്ണറും സ്വദേശിയായ പാർട്ട്ണറും കൂടി മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൽ അപേക്ഷ കൊടുക്കലാണ് ആദ്യത്തെ രീതി. അപേക്ഷ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫയൽ ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഈ ഡിക്ലറേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ യഥാർത്ഥമായ റേഷ്യോ, അതേപോലെ നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്ന രീതി ഒരു കൊമേഴ്ഷ്യൽ കവറപ്പ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ശരിക്കുള്ള റേഷ്യോ ഞങ്ങൾ തമ്മിൽ 50-50 അല്ലെങ്കിൽ 60-40, അല്ലെങ്കിൽ സ്വദേശി 0 ഞങ്ങൾ 100% എൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിക്ലറേഷൻ നമ്മൾ ആദ്യം ഫയൽ ചെയ്യണം. ഈ ഫയൽ ചെയ്ത ഡിക്ലറേഷൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ ഒരു കമ്മിറ്റി പരിശോധിക്കുകയും അവർ ആ പരിശോധനയോടെ നമുക്ക് അപ്രൂവൽ തരികയാണെങ്കിൽ നമ്മൾ പിന്നീട് സാഗിയ ലൈസൻസിങ്ങിന്റെ പ്രൊസീജിയറിലേക്ക് കടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു തസത്തുർ കറക്ഷൻ പ്രോഗ്രാമിലെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് നമുക്ക് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന്റെ ഈ സമിതിയിൽ നിന്ന്, അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൽ നിന്ന്, വസാറത്ത് തിജാറയിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സുപ്രധാനമായ സംഗതി. അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പോകുന്നത് ഈ തസത്തുർ കറക്ഷൻ പ്രോഗ്രാമിലൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത് സാഗിയ ലൈസൻസിന് അപേക്ഷയിലേക്കാണ്. ഇതിൽ വേറൊരു സംഗതി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ അപ്രൂവൽ കിട്ടുന്നതോടുകൂടി പ്രവാസിയായ പാർട്ട്ണർക്ക് അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഇക്കാമയിൽ തന്നെ ഇതിൽ പാർട്ട്ണർ ആവാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ പോസിറ്റീവ് സംഗതികളുണ്ട്, അതിൻ്റെതായ നെഗറ്റീവ് സംഗതികളുണ്ട്. നമ്മൾ വ്യക്തിപരമായി പാർട്ട്ണർ ആകുമ്പോൾ കിട്ടുന്ന പ്ലസുകളുമുണ്ട്, മൈനസുകളുമുണ്ട്. അതുപോലെ തന്നെ അതേസമയം അതിന് കൂടെ നമ്മൾ ഒന്നുകൂടി അറിയേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വ്യക്തിപരമായ പാർട്ട്ണർ ആകാൻ അനുമതി കിട്ടിയാലും പിന്നീട് നമുക്ക് നമ്മളെ വ്യക്തിപരമായ പാർട്ണർഷിപ്പിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ദുബായിയോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഒക്കെ ഉള്ള ഫോറിൻ കമ്പനികളെ പാർട്ണർഷിപ്പിലേക്ക് കൊണ്ടുവരാനും കഴിയും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. നമ്മൾ സാഗിയ ലൈസൻസിന് അപേക്ഷ കൊടുക്കുന്നു. സാഗിയ ലൈസൻസ് അപേക്ഷ അപ്രൂവലായി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് ലഭിക്കുന്നു. പിന്നീട് നമ്മൾ സാധാരണഗതിയിലുള്ള നമ്മുടെ കമ്പനി കോർപ്പറേഷനിലേക്ക്, അതായത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിലുള്ള പ്രോസസ്സിലേക്ക് നമ്മൾ കടക്കുന്നു. ഇങ്ങനെ തസത്തുർ കറക്ഷൻ പ്രോഗ്രാമിലൂടെ നമ്മൾ അപേക്ഷ കൊടുത്ത് അപ്രൂവൽ കിട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഈ രീതിയിലൂടെ ചെയ്യാൻ കഴിയുന്നത്. ഇതിൽ വേറെ പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, വസാറത്ത് തിജാരയിൽ നിന്ന് അപ്രൂവൽ കിട്ടുമ്പോൾ ആരുടെ പേരിലാണോ കിട്ടുന്നത് അദ്ദേഹത്തിന് ഈ കാമയിലൂടെ പാർട്ട്ണറായി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, നമുക്ക് വേണമെങ്കിൽ ഒരു കമ്പനിയെ പാർട്ണർഷിപ്പിൽ കൊണ്ടുവന്ന് വ്യക്തിപരമായ പാർട്ണർഷിപ്പ് പിൻവാങ്ങുകയും ചെയ്യാം. ഈ ഒരു രീതിയിൽ വേറൊരു വലിയൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഏത് സെക്ടറിലാണോ നമ്മൾ ചെയ്യുന്നത് ആ സെക്ടറിൽ അപ്ലിക്കബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ റൂൾസ് ഉണ്ടാവും, അഥവാ മൂലധനം കൊണ്ടുവരേണ്ട റൂൾസ് ഉണ്ട്. ആ റൂൾസിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതി ട്രേഡിംഗ് മേഖലയ്ക്കുള്ള റൂൾ തന്നെയാണ്. നമുക്കറിയാം, ഒരു ട്രേഡിംഗ് സെക്ടറിൽ ഒരാൾ ഒരു സാഗിയ കമ്പനി തുടങ്ങുകയാണെങ്കിൽ അയാൾക്ക് 27 മില്യൺ ക്യാപിറ്റൽ കൊണ്ടുവരണം. ആ 27 മില്യണിൽ 27 മില്യൺ ടോട്ടൽ കമ്പനിയുടെ ക്യാപിറ്റൽ കാണിക്കുകയും 20 മില്യൺ ഫോറിൻ പാർട്ട്ണർ കൊണ്ടുവരേണ്ട ക്യാപിറ്റലാണ്. ആ 20 മില്യൺ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഏത് സെക്ടറിലായാലും അയാൾക്ക് ക്യാപിറ്റൽ കൊണ്ടുവരാൻ തസത്തുർ കറക്ഷൻ പ്രോഗ്രാമിലൂടെ പോകുന്ന ഒരു കമ്പനിക്ക് 5 വർഷം വരെ സമയം ഗവൺമെന്റ് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് രണ്ട് കാര്യം നമുക്ക് മനസ്സിലാവും. ഒന്ന്, 5 വർഷം വരെ സമയം നൽകുന്നു എന്നുള്ള പോസിറ്റീവ് സംഗതിയും, മറുവശത്ത് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സൗദി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവുക. ഈ രീതിയിലൂടെയാണ് തസത്തുർ കറക്ഷൻ പ്രോഗ്രാമിലൂടെ സ്ഥാപനം നിയമപരമാക്കുന്നത്. ഇനി തസത്തുർ അല്ലാത്ത മറ്റു 2 രീതികൾ, അല്ലെങ്കിൽ മറ്റു രീതികൾ എന്തൊക്കെയാണെന്നുള്ളത് പരിശോധിച്ചാൽ നമുക്കറിയാം. ഒന്ന്, നമ്മുടെ ഒരു ഫോറിൻ കമ്പനി ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമപരമാക്കുന്ന രീതിയാണ്, സാഗിയ ലൈസൻസ് നേടുന്ന രീതിയാണ്. രണ്ടാമത് എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം ഇക്കാമ ഉള്ളവർക്ക് പ്രീമിയം ഇക്കാമ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പ്രീമിയം ഇക്കാമ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന രീതി പറയാം. പ്രീമിയം ഇക്കാമ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തസത്തുർ കറക്ഷൻ പ്രോഗ്രാമിലൂടെ വരുന്ന ഒരാൾക്ക് അയാളുടെ സാധാരണ ഇക്കാമയിൽ പാർട്ട്ണറാകാൻ പോകുന്ന പോലെ തന്നെ പ്രീമിയം ഇക്കാമയിൽ ആദ്യം തന്നെ ഉള്ള ഒരു എന്താ പറയുക ആനുകൂല്യമാണ്, അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ്. അദ്ദേഹത്തിന് പ്രീമിയം ഇക്കാമ ഉള്ള ഒരാൾക്ക് സൗദി പൗരനുമായിട്ട് കച്ചവടങ്ങൾ തുടങ്ങാം, സൗദി പൗരനുമായിട്ട് പാർട്ണർഷിപ്പുകൾ ചെയ്യാം. അപ്പോൾ പ്രീമിയം ഇക്കാമ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഫോറിൻ കമ്പനിയുടെയോ അല്ലെങ്കിൽ തസത്തുറുള്ള അപേക്ഷയുടെ ആവശ്യമില്ല. അദ്ദേഹത്തിന് നേരിട്ട് തന്നെ വേണമെങ്കിൽ ഈ നിലവിലുള്ള സ്ഥാപനത്തെ പാർട്ണർഷിപ്പാക്കി കൺവേർട്ട് ചെയ്യാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, പ്രീമിയം ഇക്കാമ ഒന്നുകിൽ ഒരു
ലൈഫ് ടൈം ഇക്കാമ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 8 ലക്ഷം രൂപ കൊടുക്കണം, 8 ലക്ഷം റിയാൽ കൊടുക്കണം. അല്ലെങ്കിൽ വർഷത്തിൽ റിന്യൂ ചെയ്യുന്ന രീതിയാണെങ്കിൽ 1 ലക്ഷം റിയാലിൻ്റെ ചിലവാണ് അതിന് വരുന്നത്. പ്രീമിയം ഇക്കാമയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് 95% വ്യക്തിപരമായ കാര്യങ്ങളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ലെവി ഒഴിവായി കിട്ടുന്നു, അതുപോലെ നമുക്ക് ഒരുപാട് സ്പോൺസർ ചെയ്യാൻ കഴിയുന്നു, നമുക്ക് ഭൂമി വാങ്ങാൻ കഴിയുന്നു, ബിൽഡിംഗ് വാങ്ങാൻ കഴിയുന്നു, നമുക്ക് മക്ക മദീന അതുപോലെ രാജ്യത്തിൻ്റെ ബോർഡറുകൾ വെച്ച് ബാക്കിയുള്ളവർക്കും വീട് വെച്ച് താമസിക്കാനുള്ള അനുമതിയുണ്ട്. ഇതുപോലെ സൗദി അറേബ്യയിൽ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വ്യക്തിപരമായ ആനുകൂല്യങ്ങളും കിട്ടുന്നു എന്നുള്ളതാണ് അതിനേറ്റവും ഒരു 95% വ്യക്തിപരമായ ആനുകൂല്യങ്ങളാണ്. ബിസിനസ് പരമായി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ ആനുകൂല്യം എന്ന് പറയുന്നത് അയാൾക്ക് നേരിട്ട് ഒരു സൗദിയുമായി പാർട്ട്ണർ ആകാം എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പാർട്ട്ണർ ആവുകയാണെങ്കിൽ പോലും പ്രീമിയം ഇക്കാമ എടുത്ത് വരുന്ന കമ്പനി രൂപീകരിക്കുന്ന ബിസിനസ്സിനും സാഗിയ ലൈസൻസ് നിർബന്ധമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രീമിയം ഇക്കാമയുടെ ചിലവുകൾ വരുന്നു, അതോടൊപ്പം തന്നെ ഈ ബിസിനസ് പരമായി സാഗിയ ലൈസൻസിന് ചിലവുകളും വരും. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് അത് പറയുന്നത് വെച്ചാൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് മാത്രമായിട്ടാണ് നമ്മൾ പ്രീമിയം ഇക്കാമ എടുക്കുന്നതെങ്കിൽ അത് നമുക്കൊരു അധിക ചിലവായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതാണ് പ്രീമിയം ഇക്കാമ ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ അതേ രീതികൾ തന്നെയാണ് നമ്മൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ 100% ആണെങ്കിൽ നമ്മൾ സാഗിയ ലൈസൻസിന് അപേക്ഷ കൊടുക്കുമ്പോൾ അവിടെ കാണിക്കേണ്ടത് പ്രീമിയം ഇക്കാമയാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അതിലൂടെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പിന്നെ കമ്പനി രൂപീകരിക്കുന്നു, കമ്പനിയുടെ ആർട്ടിക്കിൾ അക്കത് നമ്മൾ എഴുതുന്നു, അക്കത് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ CR കിട്ടുന്നു. ഈ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രീമിയം ഇക്കാമ ഉപയോഗിച്ചുകൊണ്ട് നിയമപരമാക്കുന്നത്. ഇനി നമ്മുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന, ഞങ്ങൾ തന്നെ ഒരു കൺസൾട്ടൻസി എന്ന അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പുറത്തുള്ള ബിസിനസ്സുകൾക്ക് സൗദി അറേബ്യയിലേക്കുള്ള എൻട്രി ശരിയാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ സൗദി അറേബ്യയിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി ഉപയോഗിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അധികവും അതിനെ കൊണ്ടുവരാറുള്ളത്. എങ്ങനെയാണ് ഫോറിൻ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ സൗദിയുള്ളവർക്കും പുറമെ നിന്ന് ആദ്യമായി സൗദിയിലേക്ക് എൻട്രി ചെയ്യുന്നവർക്കും ബിസിനസ് നിയമപരമായി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്ന്, നിലവിൽ സൗദിയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫോറിൻ കമ്പനി ഉപയോഗിച്ചുള്ള ഓപ്ഷനാണ് അയാൾ ഉപയോഗിക്കുന്നതെങ്കിൽ അയാൾക്ക് ആദ്യം വേണ്ടത് സൗദി അറേബ്യയുടെ പുറത്ത് അയാളുടെ പാർട്ണർഷിപ്പിലോ അയാളുടെ കൂടെയുള്ള ആൾക്കാരുടെ കൂടെയോ അയാളുടെ ഉടമസ്ഥതയിലോ നമുക്ക് ദുബായിലോ ബഹ്റൈനിലോ അല്ലെങ്കിൽ സൗദിക്ക് പുറത്തുള്ള ഇന്ത്യയിലോ ഒരു കമ്പനി ഉണ്ടാവുക എന്നുള്ളതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പനി ഫോർമാറ്റ് തന്നെയാണ് സൗദി അറേബ്യയിലെ സാഗിയ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ സാഗിയ എന്ന് പറയുന്നത് നമുക്കറിയാം പഴയ പേരാണ്. സാഗിയ എന്ന് പറയുന്നത് മിസ എന്നാണ് പുതിയ പേര്. അപ്പോൾ മിസ ഉദ്ദേശിക്കുന്നത്, മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് പുറമെ നിന്ന് വരുന്ന അപേക്ഷ കൊടുക്കുന്നത് കമ്പനികളാകണം എന്നാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് അപേക്ഷ കൊടുക്കുന്ന അല്ലെങ്കിൽ അപ്രൂവൽ കൊടുക്കുന്നതിൽ വളരെ പ്രയാസം നേരിടാറുണ്ട്. അപ്പോൾ ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആദ്യം ആ കമ്പനിയുടെ കാര്യങ്ങൾ, അതായത് കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒന്ന്, ആ കമ്പനിക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ അപ്രൂവൽ കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ള പരിശോധന നടത്തണം. അപ്പോൾ ഞങ്ങൾ 2 വർഷത്തോളമായിട്ട് ഈ ഫീൽഡിൽ അഡ്വൈസറി ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഒരു 2 വർഷത്തിനിടയിൽ പ്രത്യേകിച്ച് 2021 ജനുവരിക്ക് ശേഷം കമ്പനികൾക്ക് അപ്രൂവൽ കൊടുക്കാൻ വരുന്ന മാനദണ്ഡങ്ങൾ അവർ അടിക്കടി മാറ്റം വരുത്താറുണ്ട്. അപ്പോൾ ഓരോ മാസവും പുതിയ പുതിയ മാനദണ്ഡങ്ങളിലേക്ക് അവർ കടക്കാറുണ്ട്. അത് പക്ഷേ പബ്ലിഷ് ചെയ്തൊരു ഇൻഫർമേഷൻ അല്ല, നമ്മൾക്ക് ഇവരുമായി സമ്പർക്കത്തിലൂടെയും എക്സ്പീരിയൻസിലൂടെയും നമ്മുടെ അറിവിലേക്ക് വരുന്ന വിഷയമാണ്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്ര ടേൺ ഓവർ, ഇത്ര പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ അവർക്ക് എലിജിബിലിറ്റി കാണുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു 2 അതിലധികമോ ഒരു വർഷത്തിലധികമായാലും എങ്കിലും പ്രിഫറബിൾ 2 അതിലധികമോ വർഷം പഴക്കമുള്ള ഒരു കമ്പനി, എക്സ്പീരിയൻസ് ഉള്ള കമ്പനി ആയിരിക്കണം. ആ കമ്പനിയുടെ പിന്നെ ട്രേഡ് ലൈസൻസ് അല്ലെങ്കിൽ ഇൻകോർപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് മുതൽ മെമ്മോറാണ്ടം ആർട്ടിക്കിൾ പോലെ ഡോക്യുമെൻറ്റ്സ് മുതൽ എലിജിബിലിറ്റി കിട്ടുന്ന തരത്തിലുള്ള ഫിനാൻഷ്യൽസ്, ഓഡിറ്റഡ് ഫിനാൻഷ്യൽസും അതിൻ്റെ കൂടെ മിനിസ്ട്രി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്സിന് അപ്രൂവൽ കിട്ടുന്ന രീതിയിലുള്ള ബോർഡ് റെസൊല്യൂഷനും പവർ ഓഫ് അറ്റോർണി പോലെയുള്ള ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി അതാത് രാജ്യങ്ങളിലുള്ള സൗദി എംബസി അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് അപേക്ഷയിലേക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ആദ്യത്തെ പടി ഞാൻ പറഞ്ഞു, ആദ്യ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോറിൻ കമ്പനി ഡോക്യുമെൻറ്റ്സ്, അറ്റസ്റ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാഗിയ ലൈസൻസിന് അഥവാ മിസ ലൈസൻസിന് അപേക്ഷ കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അങ്ങനെ നമ്മൾ മിസ ലൈസൻസിന് അപേക്ഷ കൊടുക്കുമ്പോൾ അവരാവശ്യപ്പെടുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മളതെല്ലാം ഫില്ല് ചെയ്യണം. നമ്മൾ അപ്പം തന്നെ തീരുമാനിക്കേണ്ട വിഷയം, നമ്മളൊരു സൗദിയുമായി പാർട്ണർഷിപ്പിലാണോ ചെയ്യുന്നത്, അതെല്ലാം 100% ഉടമസ്ഥയിലാണോ. ട്രേഡിംഗ് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നുകിൽ 75-25 ആവണം, അല്ലെങ്കിൽ 100% ആവണം. 100% ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് അഡീഷണൽ കണ്ടീഷൻസ് വേറെ ഒരുപാടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം.
അപ്പോൾ നമ്മൾ സാഗിയ ലൈസൻസിന് അപേക്ഷ കൊടുക്കുകയും ട്രേഡിംഗ് മേഖലയ്ക്ക് ഈ പറഞ്ഞ പോലെ 75-25 നിർബന്ധമായും പാലിക്കുകയും അതേസമയം സർവീസ് മേഖല, കോൺട്രാക്റ്റിംഗ് മേഖല, അതുപോലെ സർവീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് റെസ്റ്റോറൻറ്റ് പോലെയുള്ള ഹോട്ടലുകൾ പോലെ എല്ലാം വരാം. കോൺട്രാക്റ്റിംഗ് മേഖലകൾ, മാനുഫാക്ചറിംഗ് മേഖലകൾ വരെ സൗദി അറേബ്യ ഇപ്പോൾ നമുക്ക് 100% ഉടമസ്ഥയിൽ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ അത് തീരുമാനിക്കണം, പാർട്ണർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, 100% ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നു. എന്നിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കുകയും നമ്മുടെ അപേക്ഷ ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്രാലയം വളരെ കൃത്യമായി റിവ്യൂ ചെയ്യുകയും എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെൻറ്റ്സോ കാര്യങ്ങളോ വേണ്ടി വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളോട് ആവശ്യപ്പെടുകയും അത് നമ്മൾ സമർപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളോട് നമ്മുടെ മറുപടികളും മറ്റും തൃപ്തികരമാണെങ്കിൽ നമുക്ക് സാഗിയ ലൈസൻസ് ഇഷ്യൂ ചെയ്യും, അഥവാ മിസ ലൈസൻസ് നമുക്ക് ഇഷ്യൂ ചെയ്യും. മിസ ലൈസൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ശരിക്കും സൗദി അറേബ്യയിലേക്കുള്ള ഒരു കച്ചവടത്തിൻ്റെ വാതിലാണ്. നമുക്ക് സൗദി അറേബ്യയിൽ എവിടെയും ഒരു സ്ഥാപനം തുടങ്ങുവാനും എവിടെയും ഒരു കമ്പനി രൂപീകരിക്കുവാനും നമുക്ക് അപ്രൂവൽ കിട്ടിയ മേഖലയിൽ ഒരു സ്ഥാപനം തുടങ്ങുവാനുള്ള വലിയൊരു അപ്രൂവൽ അല്ലെങ്കിൽ ഒരു ലൈസൻസ് തന്നെയാണ് മിസ ലൈസൻസ് എന്ന് പറയുന്നത്. ഈ മിസ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു കടമ്പ നമ്മൾ കടന്നു. മിസ ലൈസൻസ് കിട്ടുന്നതോടുകൂടി നമ്മൾ ഔദ്യോഗികമായി ഒരു ഫോറിൻ ഇൻവെസ്റ്ററായി മാറി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ആവശ്യമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ തുടങ്ങി വെച്ചത് നിലവിൽ സൗദിയിൽ കച്ചവടമുള്ളവരെ കുറിച്ചാണ്. നമ്മുടെ കച്ചവടമുള്ളത് റിയാദിലോ ജിദ്ദയിലോ ദമാമിലോ സൗദിയിലെ ഏത് ലൊക്കേഷനുമാവട്ടെ, അത് ഒന്നെങ്കിൽ മോസസ ആയിരിക്കാം അല്ലെങ്കിൽ ശരിക്കായിരിക്കാം. രണ്ടായാലും നമുക്ക് അതിൻ്റെതായ CRകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഒരു ശരിക്കയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. ശരിക്ക ഇപ്പോൾ നമ്മുടെ സൗദിയുടെ പേര് 100% ഉടമസ്ഥയിൽ ശരിക്കായിരിക്കും, അല്ലെങ്കിൽ 1-2 സൗദികളുടെ ശരിക്കായിരിക്കും. ഈ ശരിക്കയിലേക്ക് നമുക്കൊരു പാർട്ട്ണറായിട്ട് നമ്മുടെ മിസ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോറിൻ കമ്പനി കയറുക എന്നുള്ളതാണ് ശരിക്കുകളെ നമ്മൾ എന്ത് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യുന്ന രീതി. ഇനി മോസസ ആണെങ്കിൽ തന്നെ ഈ മോസസകളെ നമ്മൾ ഈ സാഗിയ ലൈസൻസുമായി അറ്റാച്ച് ചെയ്ത് ഒരു ശരിക്കയാക്കി മാറ്റുക എന്നുള്ളതാണ് മോസസകളുടെ രീതി. എന്ത് വന്നാലും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാഗിയയിൽ അല്ലെങ്കിൽ മിസയിൽ ശരിക്ക ഫോർമാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പടി എന്ന് പറയുന്നത് ശരിക്ക ഉണ്ടാകുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളൊരു അക്കദ് ഡ്രാഫ്റ്റ് ചെയ്യും, അഥവാ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, കമ്പനിയുടെ അടിസ്ഥാന ഡോക്യുമെൻ്റ്. നമ്മുടെ കമ്പനി പുറം ലോകവുമായും കമ്പനിയുടെ ഉള്ളിലുമുള്ള നിയമങ്ങൾ മുഴുവൻ പറയുന്ന ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പോൾ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിലാണ് നമ്മൾ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നതും ആ ഡയറക്ടേഴ്സിൻ്റെ പവേഴ്സ് തീരുമാനിക്കുന്നതും അതുപോലെ കമ്പനിയുടെ മറ്റു കാര്യങ്ങൾ, ക്യാപിറ്റൽ എത്രയാണെന്നും അഡ്രസ്സ്, ലൊക്കേഷൻ എവിടെയാണെന്നും എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ് എന്നുള്ളതൊക്കെ പറയുന്ന ഒരു രേഖയാണ്, ഡോക്യുമെൻ്റാണ്, ബേസിക് ഡോക്യുമെൻ്റാണ് അക്കദ് തഹസീസ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോറിൻ കമ്പനി ഉപയോഗിച്ച് ഇങ്ങനെ വരുന്ന ആൾക്കാർ എവിടെയാണ് നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രവാസിയായ ഒരു ഫോറിൻ ഇൻവെസ്റ്ററുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ അക്കദിലാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. നമുക്കുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ചില ഡെസിഗ്നേഷൻസ്, ചില പൊസിഷൻസ് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ, ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് മാനേജർ എന്നുള്ള മേഖലകളാണ് ഇപ്പോൾ ഫോറിൻ കമ്പനികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന പ്രവാസികളായ ആൾക്കാർ, ഫോറിൻ കമ്പനി ഉപയോഗിച്ച് വരുന്ന പ്രവാസികളായ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട വിഷയം, ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന, ഇൻവെസ്റ്റർ എന്ന് പറയുന്ന പൊസിഷൻ കിട്ടുന്നത് നമ്മുടെ ഫോറിൻ കമ്പനിക്കാണ്. ഈ ഫോറിൻ കമ്പനിയുടെ പ്രതിനിധികളായിക്കൊണ്ടാണ്, റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബോർഡിൽ നമ്മൾ കയറുന്നത്. അപ്പോൾ നിലവിൽ നമ്മുടെ ഇക്കാമ എന്ന് പറയുന്നത് പല സെയിൽസോ അതുപോലുള്ള മറ്റു പല പ്രൊഫഷനായിരിക്കും ഉണ്ടാവുക. ഈ ഒരു കൺവേർഷൻ നടക്കുന്നതിലൂടെ നമ്മൾക്ക് ആവശ്യമുള്ള മാനേജ്മെൻറ്റ് പൊസിഷനിലേക്ക് നമുക്ക് മാറാൻ കഴിയും. നമുക്കൊന്നെങ്കിൽ GM ആവാം, എക്സിക്യൂട്ടീവ് മാനേജർ ആവാം, അതല്ലെങ്കിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ ഒക്കെ പോലെയുള്ള പൊസിഷൻസ് എടുക്കാം. ഇതിന് എന്തൊക്കെ പവേഴ്സ് വേണമെന്നുള്ളതും നമ്മൾ ഈ അക്കദിലൂടെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പൊതുവെ ജനറൽ മാനേജർ എന്ന് പറയുന്ന പൊസിഷനാണ് സൗദി അറേബ്യയിൽ ഒരു പവർ പൊസിഷനായിട്ട് കരുതപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലൊക്കെ MD, മാനേജിംഗ് ഡയറക്ടറൊക്കെ ഉള്ളതുപോലെ GM ആണ് ഒരു പവർ പൊസിഷനായിട്ട് കരുതുന്നത്. അപ്പോൾ ഈ അക്കദിലൂടെയാണ് നമ്മുടെ അതുപോലെ പവേഴ്സും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ പവേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുമെന്ന് ചോദിച്ചാൽ, നിയമപരമായി ഒരു ഓണർക്ക് അല്ലെങ്കിൽ ഒരു GMനുള്ള എല്ലാ പവറുകളും നമ്മൾ അക്കത്തിൽ എഴുതുമെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് 3 പവറുകളാണ് ഇപ്പോൾ പ്രവാസിയായ ഒരു GMന്, ഒരു മാനേജർക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ കഴിയുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ബാങ്ക് തന്നെയാണ്. ബാങ്കിലെ അബ്സല്യൂട്ട് പവർ നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായും ഓഫ്ലൈനായും എല്ലാ പവേഴ്സും, ചെക്ക് സൈൻ ചെയ്യലായാലും ഡെപ്പോസിറ്റ് വിഡ്രോവലായാലും
ഓൺലൈൻ OTP ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്തിട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നതിലും എല്ലാ പവേഴ്സും നമ്മൾക്ക് ഒരു പ്രവാസിയായ ഇൻവെസ്റ്ററുടെ സൈഡിൽ നിന്നുള്ള ഒരു GM-നോ എക്സിക്യൂട്ടീവ് മാനേജറിനോ ചെയ്യാൻ കഴിയും. അതുപോലെ പിന്നെ നമുക്ക് കിട്ടുന്ന ചേംബറാണ്. ചേംബറിൽ നമ്മുടെ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി നമുക്ക് കോൺട്രാക്റ്റുകളിലും ഈവൻ റെന്റ് അഗ്രിമെൻറ്റ് പോലും സൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ വരുന്നൊരു പവർ മുഖ്യമാണ്. മുഖ്യമിലൂടെ നമ്മുടെ പിന്നെ എക്സിറ്റ് റീ എൻട്രി പോലുള്ള വിഷയങ്ങളും കാര്യങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാനും കഴിയും. അപ്പോൾ കാര്യമായ ഈ മൂന്ന് പവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു 90% കൺട്രോളും നമ്മുടെ കയ്യിൽ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അതുതന്നെയാണ് സൗദി ഗവൺമെൻറ് ആവശ്യപ്പെടുന്നതും. നിയമപരമായി നിങ്ങളാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ അത് എന്തുകൊണ്ട് നിയമപരമായി ചെയ്തുകൂടാ എന്നാണ് ഗവൺമെൻറ് ആവശ്യപ്പെടുന്നതും. അതുതന്നെയാണ് അതിൻ്റെ ശരിയായ രീതിയും. അപ്പോൾ അക്കത് നമ്മൾ വളരെ കൃത്യമായി വളരെ സൂക്ഷ്മമായി പിന്നെ ഡ്രാഫ്റ്റ് ചെയ്യുകയും അതിനുശേഷം അത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിലെ പ്രൊസീജിയറിലൂടെ അത് രജിസ്റ്റർ ചെയ്ത് അപ്രൂവൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതിനിധിയോ നമ്മളോ പോയി സൈൻ ചെയ്ത് ജഡ്ജിൻ്റെ മുന്നിൽ അപ്രൂവൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് CR ലഭിക്കുന്നതാണ്. ഈ CR നിലവിൽ കച്ചവടമുള്ള CR മോസസെ ആണെങ്കിൽ ശരിക്കും CR ആയി മാറുകയും പുതിയ CR നമ്പർ വരികയും അതിൽ നമ്മുടെ പേരുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. GM ആയ ആളുകയും EM എക്സിക്യൂട്ടീവ് മാനേജറായ ആളുകളൊക്കെ പേരുകൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുകയും അങ്ങനെ ആഡ് ചെയ്താലാണ് മിനിസ്ട്രി ഓഫ് ലേബറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് GM ഇക്കാമ അതായത് മുദീർ ലാം എന്ന് പറയുന്ന ഇക്കാമയിലേക്ക് നമ്മുടെ ഇക്കാമ റീപ്രിന്റ് ചെയ്ത് മാറ്റാൻ കഴിയുള്ളൂ. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിലവിലെ ശരിക്കയാണ് എന്നുണ്ടെങ്കിൽ ശരിക്കയുടെ CR സാഗിയ കമ്പനിയായി മാറുമ്പോൾ റീപ്രിന്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ CR നമ്പർ മാറുന്നില്ല, അതുപോലെ തന്നെ VAT നമ്പർ മാറുന്നില്ല, സർക്കാർ രജിസ്ട്രേഷൻ ഒന്നും മാറുന്നില്ല, എല്ലായിടത്തും അപ്ഡേഷൻ മാത്രം നടന്നായി ശരിക്കാണെങ്കിൽ. എന്നാൽ മോസസെ ആണെങ്കിൽ അബ്സല്യൂട്ട്ലി നമ്മളൊരു പുതിയ സ്ഥാപനം വരുന്നത് പോലെയുള്ള എല്ലാ രജിസ്ട്രേഷൻസും കാര്യങ്ങളും ചെയ്യണം. മുഖ്യമൊക്കെ പുതിയത് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ നിലവിലുള്ള സ്റ്റാഫിനെ അതിൽ കാണിക്കുമെന്നുള്ളൂ. പക്ഷെ എല്ലാം പുതിയത് തുടങ്ങുന്ന പോലെയാണ് നമ്മൾ ഒരു മോസസയിൽ നിന്ന് സാഗിയിലേക്ക് മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം. അപ്പോൾ അതിനിടയിൽ ഒരു കാര്യം നമ്മൾ സൂചിപ്പിക്കുന്നത്, നമ്മൾ ഒരു മോസസയിൽ നിന്ന് ഒരു ശരിക്കായി മാറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ മനസ്സിലുണ്ടാകേണ്ടത്, പലപ്പോഴും സൗദി അറേബ്യയിലെ സിസ്റ്റം ഈ ഓൺലൈൻ സിസ്റ്റത്തിലേക്ക് ഇതൊരു പുതിയ സ്ഥാപനം വരുന്ന പോലെ കാണിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചില കാര്യങ്ങൾ ചിലപ്പോൾ 1, 2, 3 ദിവസത്തേക്കൊക്കെ ബ്ലോക്ക് ആവാറുണ്ട്. എന്ന് വെച്ചാൽ ചിലപ്പോൾ ബാങ്ക് ചിലപ്പോൾ ഒന്ന് ബ്ലോക്ക് ആവും, ചില ഓൺലൈൻ സിസ്റ്റം നമുക്ക് ജവാസാത്ത് ചിലപ്പോൾ ഒന്ന് ബ്ലോക്ക് ആവും. അത് ബ്ലോക്ക് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അപ്ഡേഷൻസ് കുറച്ച് ചിലപ്പോൾ സമയമെടുക്കുന്നത് കാണാറുണ്ട്. അത് നമ്മളൊരു ബേജാറാവുന്ന വിഷയമല്ല, നമ്മൾ ടെൻഷൻ ആവുന്ന വിഷയമല്ല, അതൊരു സമയം എടുക്കുന്നത് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. എന്നാൽ ശരിക്കാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ശരിക്കയിൽ നിന്ന് സാഗിയ ശരിക്കിലേക്ക് മാറുമ്പോൾ ഒരു എളുപ്പം എന്ന് പറയുന്നത് എല്ലാം റീപ്രിന്റിംഗ് ആണ്, അപ്ഡേഷൻസ് മാത്രമാണ്. അതുകൊണ്ട് ചിലപ്പോൾ അത് വളരെ വേഗത്തിലാകാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്, നമ്മൾ അങ്ങനെ ഒരു സംഗതി അവിടെ സ്റ്റക്ക് ആയതായിരിക്കില്ല, നമ്മളവിടെ ഒരു പ്രശ്നത്തിലാകുന്നതായിരിക്കില്ല. ഈ ഒരു പ്രോസസ്സിനുള്ളൊരു ടൈം എടുക്കുന്നത് മാത്രമായിരിക്കും ആ വിഷയത്തിലുണ്ടാവുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറിൻ കമ്പനി ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി. ട്രേഡിംഗ് മേഖല നേരത്തെ പറഞ്ഞ പോലെ 100% ആക്കുകയാണെങ്കിൽ അഡീഷണൽ കണ്ടീഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണെന്ന് വെച്ചാൽ സാഗിയ നിയമപ്രകാരം മിസയുടെ റൂള് പ്രകാരം 100% ഓണർഷിപ്പിൽ ട്രേഡിംഗ് ചെയ്യുകയാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത്, ഒന്നുകിൽ അടുത്ത 5 വർഷം കൊണ്ട് നിങ്ങൾ 300 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. ഒന്നാമത്തത് 30 മില്യൺ, 27 മില്യണിന് പകരം 30 മില്യൺ ക്യാപിറ്റൽ ആവശ്യം വരും. അതിന് പുറമെ അടുത്ത 5 വർഷം കൊണ്ട് ഈ 30 മില്യൺ അടക്കം 300 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 200 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. ആ 200 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ലോക്കലൈസേഷൻ ബന്ധപ്പെട്ട ഒരുപാട് ലോക്കൽ പർച്ചേസ്, ലോക്കൽ മാനുഫാക്ചറിങ്, അതുപോലെ ലോക്കൽ ട്രേഡിംഗ്, സൗദിയൈസേഷനും അഡീഷണൽ സൗദിയൈസേഷനും പോലെയുള്ള മറ്റു കണ്ടീഷൻസും പറയുന്നുണ്ട്. അപ്പോൾ അത് വളരെ ലാഘവത്തോടെ എടുക്കേണ്ട ഒരു സംഗതിയല്ല. അതെന്ന് വെച്ചാൽ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൃത്യമായി മിസ റെഗുലേഷൻസിൽ ചാർട്ട് ഔട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അഡീഷണൽ കണ്ടീഷൻസ് ആണ്. അപ്പോൾ പലരും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പലരും 100% എടുത്തിട്ട് അതൊന്നും പിന്നെ വിഷയമില്ല എന്ന അർത്ഥത്തിൽ ലാഘവത്തോടെ പോകുന്നത്. പക്ഷെ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് ലാഘവത്തോടെ കാണുന്ന ഒരു സംഗതിയല്ല. നിയമപരമായി ഗവൺമെൻറ് അങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ടെങ്കിൽ മറ്റെല്ലാ കണ്ടീഷൻസും പോലെ തന്നെയല്ല ഈ കണ്ടീഷൻസും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ആ സംഗതി നമ്മൾ മനസ്സിൽ വെക്കണം. 75-25 അല്ലാതെ 100% ട്രേഡിംഗ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 30 മില്യൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം എന്നതുപോലെ തന്നെ അടുത്ത അഡീഷണൽ കണ്ടീഷൻസിനെ കുറിച്ച് നമ്മൾ കൃത്യമായി ബോധവാന്മാരാകണം. അത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ആ റൂട്ടിലൂടെ നമ്മൾ പോകേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിലവിൽ സൗദിയിൽ കച്ചവടമുള്ളവർ ഒരു ഫോറിൻ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് സ്ഥാപനത്തെ നിയമപരമാക്കുന്നത്. അപ്പോൾ അങ്ങനെ നിലവിൽ കച്ചവടമുള്ളവർ നിയമപരമാക്കുമ്പോൾ ഫോറിൻ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 വിഷയങ്ങൾ കൂടി ഇതിനോടുകൂടെ നിങ്ങളോട് സൂചിപ്പിക്കാം.
അതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്കറിയാം, സൗദി അറേബ്യയിൽ ഇപ്പോൾ കിവ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നിലവിൽ വന്നു. വിസയുടെ ഇഷ്യൂ ആണെങ്കിലും ട്രാൻസ്ഫറുകളാണെങ്കിലും തനാസലാണെങ്കിലും കിവയിലൂടെയാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ഏഷ്യൻ പോലെയുള്ള അതേ പ്രാധാന്യത്തിൽ തന്നെ നാഷണാലിറ്റി മിക്സും കടന്നു വരുന്നു. എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു കമ്പനിയിൽ 40% കൂടുതൽ ഒരു നാഷണാലിറ്റി പാടില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നിലവിലുള്ള സ്ഥാപനങ്ങൾ ഒരു ഫോറിൻ കമ്പനി ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാഗിലേക്ക് മാറ്റുന്ന സമയത്ത് നമ്മൾ ആദ്യമേ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് വേണം പോകാൻ. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഏതൊക്കെ CRകൾ ഏറ്റെടുക്കുന്നു, അതിൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റാഫുകൾ അതിലുണ്ടോ, അതല്ല വേറെ സ്റ്റാഫ് വേറെ CRകളിലോ വേറെ കഫാലത്തിലുള്ളവർ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടവരുണ്ടോ എന്നുള്ള സംഗതിയൊക്കെ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്ത് ചർച്ച ചെയ്തിട്ട് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൺസൾട്ടൻ്റ് എന്ന അർത്ഥത്തിൽ 100-ലേറെ കമ്പനികൾക്ക് സാഗിയ ലൈസൻസ് ശരിയാക്കുകയും അവരെ നിയമപരമാക്കാൻ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 100-ലേറെ കമ്പനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഞങ്ങൾ ആദ്യം നിഷ്കർഷിക്കുന്ന ഒരു വിഷയം, എന്താണ് അവരുടെ യഥാർത്ഥ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സൗദി അറേബ്യയിൽ നിലവിൽ കച്ചവടമുള്ളവരാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്നുള്ള കൃത്യമായ ധാരണ ഞങ്ങൾക്ക് കിട്ടണം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ ആ വിഷയത്തിലേക്ക് കൃത്യമായി ഡ്രൈവ് ചെയ്ത് പോകാൻ കഴിയുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഒരു അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളിൽ കുടുങ്ങി പോകുന്നത് നമ്മൾ പലരെയും കാണാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയാതിരിക്കുക, ചില കേസുകളിൽ പാർട്ട്ണറായി വരേണ്ട ആൾ തന്നെ വേറൊരു ഇക്കാമയിൽ നിന്ന് ഇങ്ങോട്ട് മാറാൻ കഴിയാതിരിക്കുക. ഇതുപോലുള്ള വിഷയങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആദ്യം മുതലേ ഈ വിഷയം പ്ലാൻ ചെയ്തിട്ട്, HR മുതലുള്ള വിഷയങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഈ സാഗിയ അല്ലെങ്കിൽ ലൈസൻസിങ്ങിനെ നമ്മൾ സമീപിക്കാൻ. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് നിലവിൽ സ്ഥാപനമുള്ളവർ മാറ്റുന്നതിനെ കുറിച്ചാണ്. ഇനി പുതുതായി സൗദിയിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയം, അവർക്കും ഏറ്റവും ആപ്റ്റായ വളരെ യോജിക്കുന്ന ഒരു സംഗതി അവരുടെ സൗദിക്ക് പുറത്ത് അവരുടെ ബിസിനസ്സിൻ്റെ കമ്പനി ഉപയോഗിച്ചുകൊണ്ട് സാഗിയ ലൈസൻസിന് അപേക്ഷ കൊടുക്കലാണ്. അപ്പോൾ അതിൻ്റെ രീതിയും ഇതുപോലെ തന്നെയാണ്. പക്ഷേ പുതുതായി തുടങ്ങുന്നവർക്ക് കുറേ കൂടി കാര്യങ്ങൾ എളുപ്പമാണ്. നിലവിലെ ഒരു സ്ഥാപനത്തിന് ഇതിലേക്ക് മാറുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് പുതിയൊരു കമ്പനി സാഗിയയിലൂടെ തുടങ്ങുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോറിൻ അല്ലെങ്കിൽ സൗദിക്ക് പുറത്ത് കമ്പനിയുള്ള കച്ചവടക്കാർ അല്ലെങ്കിൽ സൗദിയിലേക്ക് പുതുതായിട്ട് എൻട്രി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയം, അവർക്കും ഇതുപോലെ സൗദിക്ക് പുറത്ത് അവരുടെ ഇപ്പോൾ നിലവിലുള്ളൊരു കച്ചവടം ചെയ്യുന്ന രാജ്യത്തെ ഒരു കമ്പനി, ഒരു LLC വേണം. ആ കമ്പനിക്ക് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത പോലെയുള്ള എല്ലാ എലിജിബിലിറ്റികളും ഉണ്ടായിരിക്കണം. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കുകയാണ് ആദ്യത്തെ പടി. ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിസ ലൈസൻസിങ്ങിന് അപേക്ഷിക്കുന്നു. ലൈസൻസ് അപ്രൂവായി കിട്ടിക്കഴിഞ്ഞാൽ വസാറത്ത് തിജാരയിൽ നമ്മൾ കമ്പനി ഫോം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ അക്കതൊക്കെ ഡ്രാഫ്റ്റ് ചെയ്ത് അത് ചർച്ച ചെയ്ത് കൃത്യമായി ഡ്രാഫ്റ്റിംഗ് ചെയ്ത് അത് രജിസ്റ്റർ ചെയ്യുന്നു. അതിലൂടെ പുതിയ CR ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ പുതിയ CR ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നിലവിൽ സൗദിയിലൊന്നും കച്ചവടമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. വളരെ ഫ്രഷ് ആയിട്ട് ഇതിന് കമ്പനി തുടങ്ങാൻ കഴിയും. ഇതിന് ശേഷം ഈ ഏത് രീതിയിലാണെങ്കിലും പ്രത്യേകിച്ച് പുതിയ CR എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, CR എടുത്തത് കഴിഞ്ഞതിന് ശേഷമാണ് സൗദിയിൽ നമ്മൾ വേണ്ട ഓഫീസായാലും വെയർ ഹൗസ് ആയാലും അല്ലെങ്കിൽ ഷോപ്പായാലും നമ്മൾ കൃത്യമായി കരാർ ഏർപ്പെടുകയും അതിൻ്റെ ഇജാരി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബലദിയ ലൈസൻസ് എടുക്കുകയും ബലദിയ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പോസ്റ്റ് ഇൻകോർപ്പറേഷൻ പരിപാടികൾ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതും ചേംബർ രജിസ്ട്രേഷനും മിനിസ്ട്രി ഓഫ് ലേബർ രജിസ്ട്രേഷനും നാഷണൽ ഇൻട്രസ്റ്റ് അപ്ഡേഷൻ പോലെയുള്ള എല്ലാ വിഷയങ്ങളും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കൺസൾട്ടൻസി സ്ഥാപനം എന്ന അർത്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ കൃത്യമായൊരു അഡ്വൈസറിയാണ് നമ്മൾ ചെയ്യുന്നത്. ലൈസൻസ് എങ്ങനെ നേടാം, ലൈസൻസ് നേടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, നിലവിലുള്ള സ്ഥാപനത്തെ എങ്ങനെ സ്ട്രക്ചർ ചെയ്യാം, ഈ സ്ട്രക്ചർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എന്തൊക്കെ ഡെസിഗ്നേഷൻസിൽ എന്തൊക്കെ പവേഴ്സ് ഡിഫൈൻ ചെയ്യാം, അത് ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതുപോലെയുള്ള ഓരോ സ്റ്റെപ്പിലും നമ്മൾ നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് കൃത്യമായി അഡ്വൈസ് ചെയ്തുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ സപ്പോർട്ട് ചെയ്യാറുള്ളത്. കാരണം സൗദി അറേബ്യ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വച്ചിട്ടുള്ള ഈ ഒരു കാലയളവിലെ ഈ ഒരു ഡ്രൈവ് എന്ന് പറയുന്നത്, ഈ ഒരു സ്കീം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. നമ്മൾ അത്രയും സീരിയസോടുകൂടി അതിനെ സമീപിക്കുകയും നമ്മുടെ സ്ഥാപനങ്ങളെ നിയമപരമാക്കാൻ ആ ഒരു എക്കോണമിയെ അങ്ങനെ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കുകയും വേണം. ആ അർത്ഥത്തിൽ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും തരാനായിട്ട് ഹാസൻ ഹാംജിത്ത് എന്ന ഞങ്ങളുടെ സ്ഥാപനം തീർച്ചയായും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് വെറും ഒരു നിങ്ങളുടെ സാഗിയ ലൈസൻസ് നേടി അതിലൂടെ നിയമപരമാക്കുന്നത് മാത്രമല്ല, അതിനുശേഷം നിങ്ങളുടെ കമ്പനിയുടെ അക്കൗണ്ടിങ് ആയാലും നിങ്ങൾക്ക് വാറ്റ് വിഷയത്തിലുള്ള വിഷയങ്ങളായാലും വിത്ത്ഹോൾഡിംഗ് ടാക്സ് പോലെയുള്ള വിഷയങ്ങളായാലും അതേപോലെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ്, മാനേജ്മെൻറ്റ് കൺസൾട്ടിംഗ് പോലെയുള്ള വിഷയങ്ങളായാലും
അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ മാത്രമല്ല, നിങ്ങൾക്ക് ലോകത്ത് എവിടെയും ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ്സുകളുടെ സ്ട്രക്ചറിങ് ആയാലും, അത് ഈ ബിസിനസ്സുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതിലൂടെ ടാക്സ് മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും പോലുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. സൗദിയിൽ അതേപോലെ തന്നെ ഞങ്ങളുടെ നെറ്റ്വർക്കിലുള്ള ഞങ്ങൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സൗദി ഓഡിറ്റേഴ്സിലെ ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സക്ക ഓഡിറ്റിങ്ങും സക്ക ഫയലിംഗ് പോലുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്നുണ്ട്. സക്ക വാറ്റ് കേസുകൾ വന്നാൽ അതിലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ എക്സ്പേർട്ട് ടീം സൗദി അറേബ്യയിൽ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിന്നെ ഈ ദുബായിലോ ബഹ്റൈനിലോ ഖത്തറിലോ എവിടെ കച്ചവടം ചെയ്യുന്നവരാണ് സൗദിയിലേക്ക് എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ കേൾക്കുക. ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സൗദി അറേബ്യയിൽ ഉള്ളവർക്ക് ഒരുപാട് സംശയങ്ങൾ ക്ലിയർ ആവും. ഇനി പുതുതായിട്ട് വരുന്നവർക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ഓഫീസുകളുമായി ബന്ധപ്പെടണം. ഈ അർത്ഥത്തിൽ വളരെ സുതാര്യമായ, ട്രാൻസ്പെറൻ്റ് ആയ, വളരെ ഫാസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സൗദി അറേബ്യയുടെ എക്കോണമിയിൽ നമ്മുടെ സ്പേസ് നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്യുകയും ആ സ്പേസിൽ നമ്മളെല്ലാം വളരെ നിയമപരമായി ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് തരുന്ന ഒരു എക്കോണമിയായി GCC എക്കോണമിയായി സൗദി അറേബ്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ നമ്മൾ അതിനെ സമീപിക്കണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ആ രീതിയിലാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയിലൂടെ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായ വിഷയങ്ങൾ നിങ്ങളുടെ കൂടുതൽ ആൾക്കാർക്കും നിങ്ങൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ സംശയങ്ങൾ ചോദിക്കാൻ തീർച്ചയായും ഞങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തുള്ള ഓഫീസുകളോ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ എൻക്വയറീസ് അറിയിക്കാവുന്നതാണ്. ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങൾ പഠിച്ച് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരുടെയും വിഷയങ്ങൾ വളരെ യുണീക്കാണ്. ഒരാൾക്കും നമുക്ക് ഒരേ കാര്യങ്ങൾ തന്നെ എല്ലാവർക്കും അഡ്വൈസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്ന രീതി ഓരോരുത്തരുടെയും വിഷയങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക എന്ന രീതിയാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ തീർച്ചയായും ഈ വീഡിയോ കാണുക. ഞങ്ങളുടെ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്. Taz and Hamjid. Find solutions for your business worries.